ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മീൻ കറിയും മീൻ പൊരിച്ചതും 2 തരം വറവിൻ്റെ റെസിപ്പിയാണ്. വറവ് എന്ന് പറയുന്നത് തോരനാണ്. നമ്മൾ കണ്ണൂരുകാർ തോരന് വറവ് എന്നാണ് പറയൽ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ മറക്കാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ നമുക്ക് മീൻ കറി റെഡിയാക്കാം. മീൻ മുളകിട്ടതാണ് റെഡിയാക്കുന്നത്. ഈ ഒരു മീൻ കറി ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് പൊട്ടിത്തീരാനാവുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുകും ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി കട്ട് ചെയ്തത്, പിന്നെ ഒരു 4 പച്ചമുളക്, 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ തന്നെ ഈ ഒരു മീൻ കറി റെഡിയാക്കുക കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാനും നോക്കുക. അങ്ങനെ എല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണയിൽ കിടന്നിട്ട് ഇത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതാ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഞാനൊരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. പിന്നെ തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് ഉടയണം. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി വെന്ത് ഉടയണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റോളം ചെറിയ തീയിൽ ഇതൊന്ന് അടച്ചു വെക്കാം. അങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. 1.5 ടീസ്പൂൺ മുളക് പൊടിയും, ഞാൻ എടുത്തത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങളുടെ മുളക് പൊടിയാണ് യൂസ് ചെയ്യൽ, അത് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഫിഷ് മസാല. ഈ ഫിഷ് മസാല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. കടയിൽ നിന്ന് വാങ്ങിയ ഫിഷ് മസാലയാണ്. അതും കൂടെ ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് മീൻ മുളകിട്ടതിന്. അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയൊരു കഷ്ണം പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കഴുകിയതിന് ശേഷം. അത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞതിന് ശേഷം ആ വെള്ളത്തോട് കൂടെ ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് തിള വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കറീൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളി വഴറ്റുമ്പോൾ ഉപ്പിട്ടതാണ്, അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അങ്ങനെ അടച്ചു വെച്ചിട്ട് ഇതാ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീനിടുന്നതിന് മുമ്പായിട്ട് തന്നെ ഉപ്പ്, പുളി, എരിവ് അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി മീനിട്ട് കൊടുക്കാം. അപ്പോൾ 2 വലിയ പുതിയാപ്പള മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് എടുത്തതാണിത്. നമ്മൾ കണ്ണൂക്കാർ ഈ ഒരു മീൻ പുതിയാപ്പള മീൻ എന്നാണ് പറയൽ. ഇവിടെ ലുലുവിലൊക്കെ എഴുതി വെച്ചിട്ട് കാണൽ സുൽത്താൻ ഇബ്രാഹിം അങ്ങനെയൊക്കെയാണ്. സുൽത്താൻ ഇബ്രാഹിമും സുൽത്താൻ കണ്ണനുണ്ട് ഈ ഒരു ഇതേ ഷേപ്പിലുള്ള മീൻ. അപ്പോൾ ഇത് സുൽത്താൻ ഇബ്രാഹിമാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കയ്യിലുകൊണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മീൻ പൊട്ടിപ്പോവൊന്നും ചെയ്യരുത്. ഒന്നിക്കിൽ കയ്യിലുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചട്ടിൻ്റെ 2 ഭാഗവും പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നന്നായിട്ട് തിളപ്പിച്ച് മീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റോളം അടച്ചു വെച്ച് തിളപ്പിക്കുമ്പോഴത്തേക്ക് തന്നെ മീനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അങ്ങനെ ഇതാ തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 6 മിനിറ്റെല്ലാം ആയിട്ടുണ്ട്. ഇനി ഇത് തുറന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ അത്യാവശ്യം ഒന്ന് തിക്കായി, മീനൊക്കെ നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പാനിൽ ഇട്ടിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ പാനിൽ ഇട്ടിട്ട് വറുത്ത് പൊടിച്ച് വെച്ച ഉലുവയാണിത്. മീൻകറിയിലെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ചെറുതായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതുപോലെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലിൻ്റെയും ആ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്.
അങ്ങനെ മീൻകറി റെഡിയായിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇത് അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊരിക്കാനുള്ള മീനിലേക്ക് മസാലയെല്ലാം ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ 3 പുതിയാപ്പിള മീൻ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതുപോലെ വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഫിഷ് മസാലയും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. മീനിലേക്ക് മസാലയെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. ഇപ്പോഴത്തേക്ക് മീനിലെല്ലാം നല്ലതുപോലെ മസാല പിടിച്ചോളും. ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി. വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ മസാല പിടിച്ചോളും. ഇനി നമുക്ക് വറവ് റെഡിയാക്കാം. 2 തരം വറവാണ് ഞാൻ റെഡിയാക്കുന്നത്, വെണ്ടക്ക വറവും മത്തൻ വറവും. അപ്പോൾ ആദ്യം തന്നെ വെണ്ടക്ക വറവ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാളൻ്റെ പകുതി സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും, ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാടങ്ങ് വഴറ്റി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് വഴറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു തക്കാളിൻ്റെ ഒരു 1/4 ഭാഗം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ തക്കാളിയും കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. തക്കാളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി, ഒരുപാടങ്ങ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെണ്ടക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വലുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ തുണി വെച്ചിട്ടോ തുടച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അതുണ്ടാവില്ല. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 5-6 മിനിറ്റൊക്കെ അടച്ച് വെക്കുമ്പോഴത്തേക്ക് തന്നെ വെണ്ടക്ക വറവ് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മൾ അടച്ച് വെച്ചിട്ട് 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് എല്ലാം ആകുമ്പോൾ ഇതുപോലെ തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയൊരു 3 മിനിറ്റും കൂടെ നമുക്ക് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ വെണ്ടക്ക വറവ് റെഡിയായി കിട്ടും. അങ്ങനെ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 6 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേനു. അതുപോലെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും മൂടി തുറന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ട, ഒട്ടും വഴുവഴുപ്പൊന്നും ഇല്ലാതെ നമുക്ക് വെണ്ടക്ക വറുത്തത് റെഡിയായിട്ടുണ്ട്. ഇതുപോലെ വെള്ളമൊക്കെ തുടച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും വഴുവഴുപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ അത്യാവശ്യം വലിയ പാത്രത്തിൽ തന്നെ വെണ്ടക്ക വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം തേങ്ങയാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫാക്കിയിട്ട് ഇത് അടച്ചു വെക്കാം. അപ്പോൾ നല്ലൊരു വെണ്ടക്ക വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് മത്തൻ വറവാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം മത്തൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ തൊലിയോട് കൂടിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. മത്തൻ്റെ തൊലി അധികം കട്ടിയില്ലെങ്കിൽ, നല്ല നേരിയ തൊലിയാണെങ്കിൽ തൊലിയോടുകൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. കട്ടിയുള്ള തൊലിയാണെങ്കിൽ തൊലി എടുക്കണ്ട. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കുക. അപ്പോഴത്തേക്കും മത്തൻ വെന്ത് കിട്ടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇതുപോലെ കയ്യിൽ കൊണ്ട് മിക്സ് ചെയ്യാണ്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇപ്പം കയ്യിലിടണ്ട, ലാസ്റ്റാണ് നമ്മൾ കയ്യിലിടുന്നത് മത്തൻ വെന്തതിന് ശേഷം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക.
അപ്പോൾ മത്തൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, 2 അല്ലി വെളുത്തുള്ളി, 4 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. അങ്ങനെ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഒതുക്കിയെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ മത്തൻ വേവാനായിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നിട്ട് കയ്യിൽ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ലതുപോലെ തന്നെ മത്തൻ വെന്തിട്ടുണ്ട്. കയ്യിൽ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാം നല്ലതുപോലെ തന്നെ വെന്തിട്ടുണ്ട്. പിന്നെ മത്തൻ വേവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. മത്തൻ വേവാനുള്ള വെള്ളം നമ്മളിത് അടച്ചു വെക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ ചെറുതായിട്ട് ഇറങ്ങി വന്നോളും. അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറ്റട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാനുള്ളത് റെഡിയാക്കാം. അപ്പോൾ ഞാൻ മീൻ പൊരിക്കാൻ ഏത് പാത്രമാണോ എടുക്കുന്നത് ആ ഒരു പാന് തന്നെയാണ് ഇത് താളിക്കാനും എടുത്തിട്ടുള്ളത്. അപ്പോൾ പാന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ താളിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ ഓയിലെടുത്താലും മതി. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കാം. അങ്ങനെ കടുകെല്ലാം മുഴുവനായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. വറ്റൽമുളകൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. അങ്ങനെ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചത് നമ്മുടെ മത്തനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പ് ഓഫാക്കിയിട്ട് ഇത് അടച്ച് മാറ്റി വെക്കാം. അങ്ങനെ മത്തൻ തോരനും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു വറവാണ് കേട്ടോ ഇത്. മത്തൻ കൊണ്ടുണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റാണ്. ഇനി മീനാണ് പൊരിക്കുന്നത്. മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താളിക്കാനായിട്ട് എടുത്ത പാൻ ഉണ്ടല്ലോ അത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ പൊരിക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മീനുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. മീൻ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ മീൻ പൊരിച്ചതും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ നമ്മൾ റെഡിയാക്കിയ മീൻ കറിയും മീൻ പൊരിച്ചതും വറവും എല്ലാം കൂട്ടിയിട്ട് ചോറ് വയ്ക്കാം. അപ്പോൾ ഇതുപോലൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് ചോറിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ വെണ്ടക്ക വറവ്, പിന്നെ മത്തൻ വറവ്, പിന്നെ പൊരിച്ച മീൻ, പിന്നെ കുറച്ച് അച്ചാറും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ചെമ്മീൻ അച്ചാറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ അച്ചാറാണ് കേട്ടോ. ഇത് ഇക്കാൻ്റെ പെങ്ങളുടെ റെസിപ്പിയാണ്. നാട്ടിൽ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അത് വേഗം തന്നെ തീർന്ന്. എന്നിട്ട് കുറച്ച് ചെറിയ ചെമ്മീൻ കിട്ടിയാലും ഞാൻ ഇക്കാൻ്റെ പെങ്ങളോട് റെസിപ്പി ചോദിച്ചിട്ട് ഇട്ടതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു അച്ചാറ്. ഇനി നമുക്ക് നമ്മളൊരു ചോറും മീൻ കറി കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. ചോറിനും പിന്നെ നമ്മുടെ ഒറോട്ടിയിലുണ്ടല്ലോ, ഒറോട്ടി പത്തിൽ, അതിനെല്ലാം ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു മീൻ കറി. അങ്ങനെ മീൻ കറി കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇതിലിട്ടിട്ടുണ്ട്. മീൻ കറി, വറവ്, പൊരിച്ചത്, അച്ചാറ്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ ചോറ് വയ്ക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വറവും മീൻ കറിയും ഒക്കെ ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും ഓരോ ആളും ഉണ്ടാക്കുന്നതിൽ വ്യത്യസ്തം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.